റീത്തമാവിയോട് എന്ത് പറയണം? മമ്മയോട് ഞാൻ പണക്കാന്ന് പറയണം. എന്നെ കൊണ്ടുപോയാ റീത്തമാവി കരഞ്ചാവും. എന്നാ മമ്മയോട് എനിക്ക് പണക്കൊന്നുമില്ലെന്ന് പറഞ്ഞേക്കണം. പിന്നെ മറ്റേ പാർട്ടിയോട് എന്ത് പറയണം? കൂടുഭാഷയിൽ ശാശിപ്പൂ 7-9 എന്ന് പറഞ്ഞ് വല്ല ഉണ്ടേ തന്നേരെ കൊണ്ടുകൊടുക്കാം. ഒന്നുമില്ല. പിന്നെ വേണേൽ മുന്തിരിത്തോട്ടങ്ങൾ പഴുത്ത് പാകമെത്തുന്നു, ദൂതായി പഴം പൂത്ത് സുഗന്ധം വീശുന്നു, വിളവെടുപ്പിന് കൂടാൻ എന്റെ സുന്ദരി വരിക എന്ന് പറഞ്ഞായിട്ട് കാച്ചിക്കും. അവളിങ്ങി പോരും. നാഥാ ദാ പിടിച്ചോന്നും പറഞ്ഞു. പോരട്ടെ? പോരട്ടെന്നോ? പോരട്ടെ. സോഫിയോട് പറയണം ഞാൻ വരുന്നുണ്ടെന്ന്. എന്ന്? ഏറിയാൽ 1 മാസത്തിനാവും, വിളവെടുപ്പ് കഴിഞ്ഞാലുടൻ. പിന്നെ അവളോട് പറയണം ഒരു കാരണവശാലും ഞാൻ വരുന്നത് വരെ മറ്റേ കെട്ടിനെ സമ്മതിക്കരുതെന്ന്. എങ്ങനെ അതുവരെ പിടിച്ചിരിക്കാൻ പറയണം. ഏറിയാൽ 1 മാസം. ഞാൻ പിടിച്ചു നിന്നോളാം. വന്നില്ലെങ്കിലും സാരമില്ല. എനിക്കിങ്ങനെ ഒരു വാക്ക് തരാൻ ഒരാളുണ്ടായല്ലോ. ഒരാളും ഉണ്ടാവുമെന്ന് വിചാരിച്ചതല്ല. ഇത്തവണ വിളവെടുപ്പിന് കൂടിയില്ലേലും അടുത്ത സീസണിലെ ഹാർവസ്റ്റിന്റെ മേൽനോട്ടക്കാരി സോഫി ആയിരിക്കും എന്റെ ഒരു തോന്നല്. അങ്ങനെ പറഞ്ഞേച്ചെങ്കിൽ സോഫി അയാൾക്കൊരു കത്തെഴുത്. ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് തന്നെ ഇത്. ഇല്ലെങ്കിൽ ഞാൻ ആന്റണിയോട് പറയാം എഴുതാൻ. വേണ്ട, നീ ഇതൊന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കണ്ട. എന്നാ ചേച്ചി പറയേ, എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ ഡാഡി ആ കീടത്തിനെ കൊണ്ട് കെട്ട് നടത്തിക്കും. അതിനല്ലേ അവൻ ഒരു ദിവസം പോലും മുടങ്ങാതെ വന്നിരുന്ന് വെള്ളം വാങ്ങിച്ചു കൊടുക്കുന്നേ. ഡാഡിക്കാണെങ്കിൽ അതൊരു വാശി പോലാ. നീ വന്നേ. ഇത് ഇവിടെ ഇങ്ങനെ പിടിച്ചേ. ആ, താഴെ ഇടരുത്. അമ്മയ്ക്ക് ഈ മാസം മുഴുവൻ ഡേ ഡ്യൂട്ടിയാണോ? നൈറ്റേ ഇല്ല? ഈയിടെ എന്താടി ഈ കൊച്ചേരെ ഇളക്ക കൂടുതല്? ആരൊന്നും കാണുന്നില്ലെന്ന് വിചാരിക്കരുത്. അടുത്ത വീട്ടിലെ ചെറുക്കനുമായിട്ട് ചേർന്നുകൊണ്ട് എപ്പോഴൊരു പ്ലാനും പദ്ധതി ഇടിയില്ലേ? എന്നതാ ഓരോ കാശുകാർ പിള്ളേരുടെ കളി കൊണ്ട് നടക്കുക. ഞാൻ പറഞ്ഞെന്നില്ലെന്ന് വേണ്ട, കാര്യം കഴിയുമ്പോൾ പൊടിയും തട്ടി സ്ഥലം വിടും. ഇപ്പൊ നീ വിചാരിക്കും ഞാൻ വേറെന്തോ മനസ്സിൽ വെച്ചുകൊണ്ട് പറയുമായിരിക്കും. സിമന്റ് കുമ്മായോ ഈ ആണി ശരിയാകുകയല്ല. വലിയ കാശുകാരനൊന്നും വേണ്ട, സാധാരണക്കാരൻ മതിയെന്ന് വെച്ചാൽ തന്നെ ഇന്നത്തെ കാലത്ത് വക്കച്ചനെ പോലും എടുത്തനല്ലാതെ വേറെ ഏതവൻ വന്നാലും കാര്യത്തോടെ എടുക്കുമ്പോൾ അപ്പന്റെ ചോദ്യം വരും. നിനക്ക് വേണ്ടി ഞാനാണ് അപ്പൻ നേക്കാന്ന് വെച്ചാൽ പോലും ഒടുവിൽ ഡോക്യുമെന്റ്സ് പിടിച്ച് ചെല്ലുമ്പോൾ അപ്പൻ അങ്ങേരായിട്ട് വരും. അങ്ങേരെ നേക്കാൻ തയ്യാറാകത്തോളം കാലം വേറൊരു കെട്ട് നടക്കാൻ സ്വല്പം ബുദ്ധിമുട്ടാ. നിന്നോട് അവന് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അന്ന് അവൻ എന്നെ അങ്ങനെ ആക്ഷേപിക്കില്ലായിരുന്നു. ഇന്ന് നിന്റെ അപ്പനെ തല്ലാൻ മടിക്കാത്തവൻ നാളെ നിന്നെ ഡെഫിനറ്റ് ആയിട്ടും തല്ലോ. അത് അച്ചട്ടാ. അത് അപ്പനല്ലാത്തോണ്ടാ. പക്ഷെ അത് അവൻ അറിയുന്നില്ലല്ലോ. ഇല്ലെന്നെങ്ങനെ അറിയാം?
അത് നീ പറയല. പറഞ്ഞാ നിനക്കറിയാം, അന്ന് നിന്നെ നിന്റെ അമ്മച്ചിയെ ഞാൻ അരിഞ്ഞ് പീസാക്കുമെന്ന്. പിന്നെ ആണുങ്ങളെ കറക്കി വിരിക്കുമ്പോ ഇതുമാതിരി കാര്യങ്ങളൊക്കെ ആദ്യം അങ്ങ് പറഞ്ഞു കളയരുതെന്ന് അറിയുന്നവളാ നീ. ഒന്നുമില്ലെങ്കിലും നീ നിന്റെ അമ്മച്ചിയുടെ മോളല്ലേ, അതിന്റെ പാതി സാമർത്ഥ്യമൊക്കെ നിനക്കും കാണില്ലേ? എന്താ പറ്റിയേ? നിന്റെ അമ്മച്ചിയെ കെട്ടിത്താഴ്ത്ത്. എവിടെയെങ്കിലും നീ പൊയ്ക്കൂടെ? ഇന്ന് മുടിപ്പിക്കാൻ മാത്രം കൊള്ളാം. എന്തെങ്കിലും ഒരു പണി ചെയ്യാൻ പറഞ്ഞ അത് വെച്ച് നശിപ്പിക്കുക. ഓടിയാപ്പുറത്ത് അവളൊരുത്തി കാഴ്ച കാണാൻ. നിനക്കും എന്നെ അവമാനിക്കാൻ തോന്നി തുടങ്ങിയിട്ടുണ്ട് ലടി. കാശുകാരനെ കിട്ടാൻ പോണെന്ന് വിചാരിച്ചിട്ടുള്ള പൊളപ്പാണോ? പടം പൊട്ടിയത് എങ്ങനെയാണെന്ന് നീ നിന്റെ അമ്മച്ചിയോടോ മറ്റാരോടെങ്കിലോ പറഞ്ഞോ എന്ന് ഞാൻ അറിഞ്ഞാല് ഇതന്ന് നിന്റെ കഴുത്തിനുള്ളിലിരിക്കും. എനിക്ക് ആകെ പേടിയാവുന്ന ആന്റണി. ഇതേവരെ നോട്ടവും അർത്ഥം വെച്ചുള്ള വർത്താനമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെയൊക്കെ ഇതിപ്പോ ആദ്യമാണ്. വഴങ്ങിയില്ലേൽ കൊന്നുകളയെന്നുള്ള മട്ടില്ല. കെട്ടിച്ചിടുന്നതിന് മുമ്പ് എല്ലാ ആയുധങ്ങളും എടുത്ത് നോക്കായിരിക്കും എന്നാ എനിക്കും തോന്നിയത്. സോളമനിച്ചാൻ ഇത് അറിഞ്ഞാൽ ആകെ അപ്സെറ്റ് ആവും. അറിയിക്കണ്ട. എന്തിനാ വെറുതെ? അറിയിക്കണ്ട. നിങ്ങൾ പറഞ്ഞാൽ എല്ലാം അന്നേരം അറിയിച്ചോണെന്നാ എനിക്ക് പുള്ളിയുടെ ഇൻസ്ട്രക്ഷൻ. എനിക്ക് പുള്ളി പറയും പോലെ ചെയ്യാൻ നോക്കൂ. ഹലോ, എന്താടാ ഇതിപ്പോ തീരെ നനച്ചിരിക്കാതെ? മമ്മയ്ക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചു. പിണങ്ങിയിരിക്കല്ലേ? ഓ പിണക്കം. നേരത്തെ അറിയിച്ചിട്ട് വന്നാലേ പിണങ്ങാൻ റെഡി ആയിട്ട് മുഖവും വീർപ്പിച്ചു കെട്ടിയിരുന്ന് കളഞ്ഞാലോ? പോടാ. സോഫിയയുടെ മമ്മിയായിട്ട് ഏതായാലും ഇന്ന് ഞാൻ സംസാരിക്കും. പിന്നെ എന്റെ മമ്മയാണ്. പ്രീതാമാവിക്ക് ഞങ്ങളെ ആരെയും കണ്ടൂടാ. ഹേയ്, അങ്ങനൊന്നുമില്ല. അതൊരു ജനറൽ മൂഡെന്നല്ലാതെ സോഫിയോട് പ്രത്യേകിച്ച് മമ്മയ്ക്ക് വിരോധമൊന്നുമില്ല. എന്തോ എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ തന്നെ അത് ഞാൻ പറഞ്ഞു മാറ്റിയെടുത്തോളാം. ആരും സമ്മതിക്കുന്നില്ലെന്ന് കണ്ടാലേ ഞാനങ്ങ് പൊക്കിക്കൊണ്ടുപോകും. പൊക്കിക്കൊണ്ടുപോവോ? ആ, എങ്ങനെ? ഒരു പാതിരേക്ക് മുറ്റത്ത് ബൈക്ക് കൊണ്ട് നിർത്തി ഹോൺ അടിക്കും. ഇറങ്ങി വരണം. ആദ്യത്തെ ഹോൺ ഇറങ്ങി വന്നോണം. വന്നില്ലേ ഒരു ഹോൺ അടിക്കും. അതിനും വന്നില്ലേ? അതിനും വന്നില്ലേ നേരെ വന്ന് വാതിൽ ചവിട്ടി പൊളിച്ചങ്ങ് കയറും. എന്നിട്ട് പൊക്കി എടുത്ത് ബൈക്കെ വെച്ചങ്ങ് വിടും. അത്ര തന്നെ. അങ്ങനെയാണെങ്കിൽ കൊണ്ടുവരേണ്ടത് ബൈക്കല്ല, ആ ടാങ്കർ ലോറിയാ.
അതിൽ നമ്മൾ രണ്ടുപേരും കൂടെ പോണതായിട്ട് എപ്പോഴും ഞാൻ സ്വപ്നം കാണും. സത്യത്തിൽ ഇക്കാര്യം പറഞ്ഞുറപ്പിക്കാൻ വേണ്ടിട്ടാ ഇത്തവണ ഞാൻ ഈ ട്രിപ്പ് വെച്ച തന്നെ. എല്ലാം അറിഞ്ഞുകൊണ്ട് വേറൊരാൾ വരികയില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ പുള്ളി ഇപ്പോ മറ്റേ കെട്ട് നടത്തിക്കാൻ ധൃതി കൂട്ടുന്നത്. അത് വേണമെന്നില്ല. വക്കച്ചന്റെ പ്രപ്പോസലിനേക്കാൾ ബെറ്റർ പ്രപ്പോസലാണ് എന്റേതെന്ന് മമ്മിക്ക് തോന്നലുണ്ടെങ്കിൽ അക്കാര്യം അങ്ങ് സ്ട്രോങ് ആയിട്ട് പറഞ്ഞാൽ മതി. സോഫിയെ കൊണ്ട് ഞാൻ പറയിച്ചോളാം. മോന്റെ വീട്ടുകാര് മമ്മയുടെ കാര്യമല്ലേ, അത് ഞാൻ പറഞ്ഞ് ശരിയായിക്കോളാം. ഇത്രയും നാൾ ഞാൻ വിചാരിച്ചത് എന്റെ മോൾക്ക് ഒരിക്കലും ഭാഗ്യമുണ്ടാവില്ലെന്നായിരുന്നു. ഇന്ന് വരെ മോൻ എന്നോട് ഇക്കാര്യം പറയുന്നവരെ. അവരേതോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു, അങ്ങേര് റെയിൽവേ ജോലി ചെയ്യുന്നു. ഇത്ര നമ്മൾ നോക്കിയാൽ മതി. അയാൾ വെള്ളമായിരിക്കും, അതിന് നമുക്കെന്താ? അതിനൊന്നും ഇല്ലേ? ഇല്ല, ഞാൻ കിട്ടുന്ന അങ്ങേരെ അല്ല അവരെയല്ല, ആ പെണ്ണെ. എന്റെ കൂടെ ഏത് കാട്ടിലോ മലയിലോ എവിടെ വേണേ വരാൻ അവള് തയ്യാറുവാ. പിന്നെ ഇനി എന്താ നോക്കണ്ടേ? നാണമാവുന്നില്ലേ നിനക്ക് ഇങ്ങനെ ഒരു അയൽവക്കം നമ്മുടെ ബന്ധുക്കളാണെന്ന് പറയാൻ? നിന്റെ ഡാഡിക്ക് ചുറ്റുപാടിലുണ്ടായിരുന്ന റെസ്പെക്ട് ഒന്ന് ഓർത്തിരുന്ന് നീ ഇങ്ങനെയൊക്കെ ആലോചിക്കുമോ? അയൽവക്കം അവരെപ്പോ വേണേലും അങ്ങ് ട്രാൻസ്ഫർ ആയി പോവില്ലേ? വേണേ റെയിൽവേ മിനിസ്ട്രിയിൽ ചെറിയൊരു കൊളുത്തു കൊളുത്തി നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ് പൈലോക്കാരനെ വല്ല നാഗർകോവിലോ മീനാക്ഷിപുരത്തോ ഒക്കെ അടിച്ചു കാണിച്ചു തരാം. ചുമ്മാ ഇരി സോളമ. ബന്ധമായാൽ പിന്നെ അത് ബന്ധം തന്നെയാ. ആവട്ടും അമ്മ. എനിക്കിപ്പോ 3 ലക്ഷമോ 4 ലക്ഷമോ സ്ത്രീധനം കിട്ടിയിട്ട് ഒന്നും ആവാനില്ല. ഉണ്ടോ? മമ്മയ്ക്കോ അത് കിട്ടിയിട്ട് ഇപ്പൊ അത്യാവശ്യമൊന്നുമില്ല, ഇല്ലല്ലോ? എനിക്കിവിടെ നിന്റെ 1 ലക്ഷവും വേണ്ട. ഇനി എന്തിനാ അങ്ങോട്ട് പോകുമ്പോ കൊണ്ടുപോകാനോ? ആകെയുള്ള ഒരു മോൻ. ഇത് വല്ലതും നടന്ന് എന്റെ വീട്ടുകാരുടെ നിന്റെ ചാച്ചന്റെ വീട്ടുകാരുടെ മുമ്പിൽ ഞാൻ മമ്മ, നല്ലതാന്ന് എനിക്കൂടെ തോന്നിയിരുന്നേൽ അതിലേതെങ്കിലും ഒരെണ്ണം അങ്ങ് നടന്നേനല്ലോ. എനിക്കിതാ നല്ലതായിട്ട് തോന്നുന്നു. സത്യമായിട്ടും മമ്മ ഇത് നടത്തി ചേർണം. ഇത് നടന്നില്ലേ മമ്മയ്ക്ക് മോന്റെ വേറൊരു മാരേജ് കാണാൻ പറ്റൂല. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. ഞാൻ പപ്പയ്ക്ക് വാക്ക് കൊടുത്തു പോയതാ. മൂന്ന് മാസത്തിനുള്ളില് ഞാൻ എന്റെ കെട്ടിയോളയും കൊണ്ട് പപ്പയുടെ കുഴിമാടത്തിൽ ചെന്നോളാന്ന്. 3 മാസത്തിനുള്ളിലോ? 1 കൊല്ലമെന്നല്ലേ ഞാൻ പറഞ്ഞത്? അതും മമ്മ പറഞ്ഞത്. പക്ഷെ പപ്പ അത് സമ്മതിച്ചില്ല. 3 മാസത്തിനുള്ളിൽ കൊണ്ടുവന്നോണെന്ന് പറഞ്ഞു. ഞാനങ്ങ് സമ്മതിക്കുകയും ചെയ്തു. ഈ കുട്ടിയെ മനസ്സിൽ കണ്ടോണ്ടാ ഞാൻ അങ്ങനെ വാക്ക് കൊടുത്തത്. മമ്മ ഈ ബന്ധത്തിന് സമ്മതിച്ചില്ലേ, ആ ഫാമിലി ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോകുന്നത് വരെ ഞാൻ ഇനി ഇങ്ങോട്ട് വരികയില്ല. വല്ലതും കഴിക്കാം. നേരെ ഒരുപാടായി. ആന്റണി വല്ലതും കഴിച്ചോ? ഇല്ല. അതിന് വിശക്കുന്നെന്നും പറഞ്ഞ് അവിടെ കിടന്ന് ഭയങ്കര ബഹളം. എന്താ വരുന്നില്ലേ? എനിക്കൊന്നും വേണ്ട. വേണ്ടാത്തവരൊന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞേരടി. എന്താ പോവാൻ ഭാവിക്കാണോ? പോയാ പിന്നെ നീ പറഞ്ഞ പോലെ. അതെ. അങ്ങനാണേ പോവണ്ട. നിന്റെ ഇഷ്ടം എങ്ങനോ അങ്ങനെ തന്നെ നടക്കട്ടെ. മമ്മ നാളെ രാവിലെ എന്റെ കൂടെ അവിടം വരെ ഒന്ന് വന്നാൽ മാത്രം മതി. നീ തന്നെ അങ്ങ് പോയാ മതി. വേണേതാ ശിഷ്യനെയും കൂട്ടിക്കോ. ശിഷ്യന് ഇപ്പൊ തന്നെ നല്ലൊരു കമ്മീഷൻ കിട്ടാനുണ്ട്. അത് കിട്ടിയിട്ടേ ഇനി ഓപ്പൺ ആയിട്ട് തൊഴിലും കൊണ്ട് ഇറങ്ങുന്നുള്ളൂ.
മിസ്റ്റർ പോൾ ഇപ്പൊ ഡ്യൂട്ടിക്ക് പോയാൽ വൈകുന്നേരമാവും തിരിച്ചെത്താൻ. അപ്പോഴേക്കും മിസ്സസ് പോൾ ജോലിക്ക് പോയി കഴിയും. രണ്ടുപേരും കൂടി ഉള്ള ഒരു സമയത്ത് വന്ന് വേണമല്ലോ ഇതുമാതിരി ഒരു കാര്യം സംസാരിക്കാൻ. അതാ കാലത്ത് തന്നെ ഇങ്ങ് പോകുന്നത്. ഇവൻ ഒരേ നിർബന്ധം, ഉടനെ തന്നെ നടത്തണമെന്നും പറഞ്ഞ്. അയ്യോ, അതിനെന്താ, അവൾക്കും അതാ ഇഷ്ടമെങ്കിൽ പിന്നെ നമ്മളായിട്ട് ഇനി നീട്ടേണ്ട കാര്യമില്ലല്ലോ. അല്ല, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് വിരോധമൊന്നും ഉണ്ടായിട്ടില്ല. അവക്ക് നല്ലൊരു അലയൻസ് വരുന്ന മറ്റാരെക്കാളും സന്തോഷിക്കേണ്ടത് ഞങ്ങൾ തന്നെയാ. പക്ഷേ വേറൊരു പാർട്ടിയായിട്ട് ഞാൻ വാക്കുറപ്പിച്ചു പോയി. ആ ചെറുക്കന്റെ വീട്ടുകാർ ഈ ഞായറാഴ്ച വരിക. ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ മറ്റന്നാള്. അത് അവരങ്ങ് ആറന്മുളന്ന് വരുന്നവരാ. ഞാൻ പറഞ്ഞിട്ടാ വരുന്നതും. തുകയെപ്പറ്റി വരെ ഞങ്ങൾ തമ്മിൽ ധാരണയിൽ എത്തിയിട്ടാ അവരുടെ വരവ്. ഇതിലിപ്പോ തുകയുടെ പ്രശ്നമൊന്നും വരുന്നില്ല. ഇല്ലായിരിക്കാം, പക്ഷെ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യം പോലും വരുന്നില്ലല്ലോ. വേറൊരു അലയൻസ് ഉറച്ച സ്ഥിതിക്ക് കുറച്ചൊന്നും പറയാറായിട്ടില്ല. അവൾക്ക് ആ ബന്ധം ഇഷ്ടമല്ല. അവൾ അതിനോട്ട് സമ്മതിക്കുകയില്ല. അവൾക്ക് ഇത് മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞു. എനിക്കും ഇതാ തൃപ്തി. ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ താല്പര്യമാണ് മിസ്റ്റർ പോൾ ഏറ്റവും കാര്യമായി നോക്കേണ്ടത്. അവർക്ക് ഏതാ ഇഷ്ടമെന്ന് നോക്കി നമ്മൾ അത് നടത്തി കൊടുക്കുക. ബാക്കിയെല്ലാം പിന്നെ അവരുടെ വിധി. ആ, എനിക്ക് പോകാൻ സമയമായി. അല്ല, അപ്പോ ഇതേപ്പറ്റി ഒരു തീരുമാനം പറയാതെ? തീരുമാനം നേര് പറഞ്ഞാല് ഈ കാര്യത്തിൽ ഞാനോ ഇവിടെ ഒരു തീരുമാനം എടുത്തെന്നും പറഞ്ഞ് അതൊരു ഫൈനൽ തീരുമാനമാകുന്നില്ല. പെണ്ണിന്റെ അപ്പന്റെ തീരുമാനം കൊണ്ടൊന്ന് അറിഞ്ഞിട്ട് ചെയ്യുന്നല്ലേ മര്യാദ. അല്ല, നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. അറിയാനോ പറയാനോ കൊള്ളുന്ന കാര്യങ്ങളും അല്ലിത്. ഒരു ബന്ധം ഉണ്ടാകുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടുണ്ടാവുന്നതല്ലേ നല്ലത്. നാളെ ഒരിക്കൽ നിങ്ങൾ കേട്ടറിഞ്ഞു വന്ന് ചോദിച്ചാ ഞാനേ ഉണ്ടാവുള്ളൂ മറുപടി പറയാൻ. അതുകൊണ്ടാ പറയുന്നേ, ആ പെണ്ണിന്റെ അപ്പം കൊച്ചിയിലോ കോവണ്ണത്തോ എങ്ങാണ്ടുണ്ടെന്നാ ഇവിടെ പറയുന്നേ. അങ്ങനെ ഒരുത്തനുണ്ടെങ്കില് അങ്ങനെ അറിയാതെ അറിയിക്കാതെ ഒക്കെ ചെയ്താൽ മതി. അങ്ങനെ അങ്ങ് ചെയ്താൽ മതി. കൂടുതൽ ചൊണ അല്ലേ? അതെന്റെ അടുത്ത് വേണ്ട. നിങ്ങളുടെ മനസ്സെനിക്ക് വായിക്കാം. എല്ലാം അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. സാരമില്ല, എന്നാലും അറിയേണ്ടതല്ലേ. നേരത്തെ അറിയുന്നത് ഒരു കണക്കിന് നല്ലതാണ്. ഒരു സ്ത്രീ ഒരിക്കലും ഒരു തെറ്റ് ചെയ്തു, അല്ലെ മമ്മയുടെ ഭാഷയെ പറഞ്ഞ ഒരു പാപം ചെയ്തു, ഒരു കുട്ടി ഉണ്ടായി. ആ തെറ്റിൽ നിന്ന് ഒളിക്കാൻ വേണ്ടി അവരൊരു മണ്ടത്തരം ചെയ്തു, വേറൊരു പുരുഷനെ കൂടെ ജീവിതത്തിലേക്ക് വലിച്ചേറ്റി. അതിന് അവര് സഫർ ചെയ്താ പോരെ? ആ കുട്ടിയും കൂടെ എന്തിനാ വെറുതെ? മമ്മ ഈ സിറ്റുവേഷൻ എന്റെ കൂടെ നിൽക്കണം. ആ മനുഷ്യൻ വെറുതെ രക്ഷകർത്താവ് കളിക്കുക. ശരിക്കും അവൻ രക്ഷകർത്താവല്ല. ആ കുട്ടിക്ക് അവൻ നാശത്തിന്റെ ആളാ. അത് മമ്മയ്ക്ക് എന്താ ഇനി മനസ്സിലാകത്ത്? അല്ലെങ്കിൽ ഇന്ന് ഇതുപോലൊരു സിറ്റുവേഷനിൽ ഇങ്ങനെ പറയുമോ? ഞായറാഴ്ച ആറന്മുള എന്ന് വക്കച്ചന്റെ വീട്ടുകാർ വന്നാ ഞാൻ മാക്ക് കൊടുക്കും. പറഞ്ഞ മാതിരി 12,500 രൂപയും എണ്ണി കൊടുക്കും. അത് ഞാൻ പറഞ്ഞിട്ടുള്ള വാക്കാ. ബാക്കിയുള്ള വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കടി, അല്ല നിന്നെ പോലൊന്നുമല്ല. ഇവിടെ ആരും വാക്ക് വ്യത്യാസം കാണിച്ചിട്ടില്ല. ഉണ്ടടി, തള്ളെ മോളെ നാട്ടുകാർ കയറി കൈവെക്കൊന്ന് കണ്ടപ്പോ നിനക്കെന്ന് എന്റെ വാക്ക് ദൈവവാക്കായിരുന്നു. ഇന്നിപ്പൊ എന്റെ വാക്കിന് ഈ വീട്ടിൽ വിലയില്ല. അതല്ലയോ ഇപ്പൊ ഇങ്ങനെ ഉണ്ടായത്? ആരെന്ത് പറഞ്ഞാലും ഞാൻ അവളെ കൊണ്ടുപോടാ. വിളവെടുപ്പ് കഴിഞ്ഞു കൊണ്ടുപോകാന്ന് വിചാരിച്ചു. ഇനിയിപ്പോ അത് വേണ്ട. വിളവെടുപ്പിന് ഒരു കൂട്ടായിരിക്കട്ടെ. പ്രീതമാവി മമ്മ സമ്മതിക്കും. അയാളുടെ ആ കുത്തിക്കലക്കലിൽ ഇപ്പൊ ഒന്ന് കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്നേ ഉള്ളൂ. മമ്മയ്ക്ക് അവളെ ഇഷ്ടമാണ്. എനിക്ക് അവളെ മനസ്സിലായെങ്കിൽ എന്റെ മമ്മയ്ക്ക് അവളെ മനസ്സിലാവാതെ വരുമോ?